Dance, dance, let's dance. Dance, dance, let's dance. ये रात में जो मजा है, मजा ही कुछ नया नया है। ये दिल को आज क्या हुआ है कि झूमता ही जा रहा है। झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा। ये रात में जो मजा है, मजा ही कुछ नया नया है। ये दिल को आज क्या हुआ है कि झूमता ही जा रहा है। झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा। दिल में ख्वाब जगे जगे है, निगाह खोई खोई डांस डांस। आज खुश नसीब वो है जिसकी बाहों में है कोई डांस डांस। दिल में ख्वाब जगे जगे है, निगाह खोई खोई डांस डांस। आज खुश नसीब वो है जिसकी बाहों में है कोई डांस डांस। हम जवा है तुम जवा हो, दिल जवा है धड़कने जवा। हम जवा है तुम जवा हो, दिल जवा है धड़कने जवा। झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा। ये रात में जो मजा है, मजा ही कुछ नया नया है। ये दिल को आज क्या हुआ है कि झूमता ही जा रहा है। झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा। सरूर छा रहा है, क्या खुशी उमड़ रही है। डांस डांस, ड्रम पे थप पड़ रही है, हार्ट बीट बढ़ रही है। डांस डांस, क्या सरूर छा रहा है, क्या खुशी उमड़ रही है। डांस डांस, ड्रम पे थप पड़ रही है, हार्ट बीट बढ़ रही है। डांस डांस, ये जवानी ऐसा माना ऐसी घूमी ये खुशी कहाँ। ये जवानी ऐसा माना ऐसी घूमी ये खुशी कहाँ। झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा। ये
रात में जो मजा है मजा ही कुछ नया नया है ये दिल को आज क्या हुआ है कि झूमता ही जा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ये रात में जो मजा है मजा ही कुछ नया नया है വൈക എന്തോ കാര്യം നീ എന്റെ ശത്രുവാണെങ്കിലും പക്ഷെ പാട്ട് തകർത്തു. Thank you. സൂപ്പർ ആയിരുന്നില്ലേ? താങ്ക് യു വേറൊരാള് ഭയങ്കര ഡാൻസ്. അതാരാ ഒരു കുട്ടിച്ചാത്താനെ പോലെ വന്നു? അത് ചേച്ചി ശരിക്കും ഇവിടെ വരുമ്പോ അറിയും, അവനിവിടെ വരുമ്പോ അറിയും. ഞങ്ങള് നോക്കുമ്പേ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കും. ഇങ്ങനെ മാറിപ്പോ പെർഫോമൻസ് കാണട്ടെ. അവനിലേക്ക് ശ്രദ്ധ പോണെന്ന്. വൈക എന്തോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് തകർത്തു. താങ്ക് യു അപ്പൊ നമുക്ക് എന്തെങ്കിലും ജഡ്ജസ്മെന്റ് കിട്ടും. ചേച്ചി ഞാൻ തന്നെ തോൽക്കണ്ടേ? ആ വൈഗ ലക്ഷ്മി. എന്തോ ഫസ്റ്റ് അടിപൊളി പേര് കേട്ടോ, താങ്ക് യു നല്ല പേര്, വെരി ബ്യൂട്ടിഫുൾ നെയിം. താങ്ക് യു അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഓൾസോ. താങ്ക് യു Wow, I really loved your performance. നല്ല എനർജി ഉണ്ടായിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ലൈക്ക് ഇത് എന്റെ സ്റ്റേജ് ആണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക, എന്നെ ഒന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതെപ്പോഴും ഉണ്ട് ചേച്ചി. അല്ല ഇതെല്ലാം നല്ല ക്വാളിറ്റീസ്, ആ ഒരു പെർഫോമറിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റേജിനെ നമ്മുടേതാണെന്ന് ആ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നിയില്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബ്യൂട്ടിഫുള്ളി ഡൺ. താങ്ക് യു പെർഫോമൻസ് വൈസ് ഐ മീൻ ഐ എം ഷുവർ ഇവർ രണ്ടുപേരും ദേ മോർ മ്യൂസിക്കലി അവരാണ് അതിൻ്റെ മാസ്റ്റേഴ്സ്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ബട്ട് ആസ് എൻ എന്റർടൈൻമെന്റ് പീസ് എന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി നന്നായിട്ട് പാടും. താങ്ക് യു ചേച്ചി. ഷാനിക്ക വൈഗ എന്തോ എക്സ്പ്ലോസീവ് പെർഫോമൻസ് ആയിരുന്നു മോളെ. താങ്ക് യു സർ താങ്ക് യു ഗംഭീരായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ പക്ഷെ നമ്മുടെ ഇവിടുത്തെ വില്ലൻ ഡിക്ഷനാണ്. ദീക്ഷ അത് എല്ലാവർക്കും അങ്ങനെ 100% കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു, കാരണം എൻ്റെ തല എപ്പോഴും ഈ ഡിക്ഷന്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് അതെൻ്റെ ഒരു കുഴപ്പമാണ്. പിന്നെ ആ പാട്ടിനൊരു പൂർണ്ണത ഇല്ലാത്ത പോലെയും എനിക്ക് ഫീൽ ചെയ്യും. മീൻസ് ഡിക്ഷൻ കറക്റ്റ് ആവണല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും അതിൻ്റെ ഡിക്ഷനും പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കംപ്ലീഷൻ വരണേ. പിന്നെ ഞാൻ സമ്മതിച്ചൊരു കാര്യം, ജൂം 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 ബാബ കഴിഞ്ഞിട്ട് തര തരത അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ഡ്രോപ്പ് ഉണ്ടല്ലോ, ആ ഡ്രോപ്പ് മോൾ കറക്റ്റ് നോട്ടിലാണ് ഹിറ്റ് ചെയ്യണേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. താങ്ക് യു സർ താങ്ക് യു അതൊക്കെ ഓക്കെയാണ്. അല്ലറ ചില്ലറ തെറ്റുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും. മോളത് ഭയങ്കര കൺട്രോൾഡ് പെർഫോമൻസ് ആയിരുന്നു. എവിടുന്നും കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലൊന്നും നടന്നില്ല. കൺട്രോൾ ചെയ്തു. ഓക്കെ, അധികം ബോഡി അനക്കണ്ട, അനക്കി കഴിഞ്ഞാൽ കിതപ്പ് വരും, കിതച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. ഇതൊക്കെ നന്നായിട്ട് മോൾക്ക് അറിയാവുന്നതുകൊണ്ട് നല്ല കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് വൈഗ പെർഫോം ചെയ്തത് കേട്ടോ. ആൻഡ് അഭിരാമി പറഞ്ഞ പോലെ യു ഓൺഡ് ദ സ്റ്റേജ്, അതിലൊന്നും ഒരു തർക്കമില്ല. താങ്ക് യു സർ. ഡിക്ഷൻ മാത്രം നെക്സ്റ്റ് ടൈം ശരി കേൾക്കുമ്പോൾ അത് യു ക്യാൻ ഗെറ്റ് ഇറ്റ്, അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ താങ്ക് യു താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ വൈഗ എന്തോ ഓസം പെർഫോമൻസ്. താങ്ക് യു താങ്ക് യു ഷാനിക്ക അഭിരാമി പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആകെ എനിക്ക് തോന്നിയതൊരു കാര്യം ഡിക്ഷനാണ്. ഈ സോങ് അതാണ് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ആറ്റിറ്റ്യൂഡും ഇതിൻ്റെ ഡിക്ഷനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മൾ ഒരുപാട് ഹൈ അല്ലെങ്കിൽ കുറച്ച് ലൗഡായിട്ട് പാടുന്ന പോർഷൻസ് വരുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു ഡിസ്റ്റൻസിൽ മൈക്ക് പിടിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മൾ നല്ലതാണ് ഓഡിബിൾ ആക്കുന്നത്, പക്ഷേ ചില പോർഷൻസ് എത്തുമ്പം കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാനും എല്ലായിടത്തും ആ ഒരു ഡൈനാമിക്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്ത. ലോ രജിസ്റ്റർ പാടുമ്പോഴും ഹൈ ഒക്ടേവ് ഒക്കെ പോകുമ്പോഴും. സോ അതും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. നല്ല ത്രോ ഉള്ള വോയിസ്, നല്ല ത്രോ ഉണ്ട്, എക്സ്ട്രാ ത്രോ ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ നീക്കി വെച്ചാൽ അത്ര നല്ലതായിരിക്കും. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു
ഓക്കെ. അല്ല വൈകിയെ നമ്മളിപ്പോ ഇത്രയും നല്ല അവളുടെ വോയിസിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു 18 വർഷം മുമ്പുള്ള ഒരു കഥ. ഷാനിക്ക, സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ഈ വേദി നിൽക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. വൈകിയുടെ അച്ഛൻ ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്. നമ്മുടെ ഹരിച്ചേട്ടൻ വന്ന പോലെ വൈകിയുടെ അച്ഛനും പണ്ട് ഇവിടെ ഓഡിഷന് വന്നിട്ടുണ്ട് അത്ര. ഓ, നമ്മുടെ ഹരിച്ചേട്ടൻ പോയ പോലെ പുള്ളിയും പോയോ? ഹരിച്ചേട്ടനെ പറഞ്ഞയച്ച സ്പീഡിൽ തന്നെ നമുക്കത് ചോദിക്കാം. വൈകിയുടെ അച്ഛൻ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? അല്ല, ചില ഫിലിമിന്റെ ഒക്കെ ക്ലൈമാക്സിലൊക്കെ നമ്മൾ കാണാറില്ലേ, മറ്റേ ബെസ്റ്റ് ആക്ടറിലൊക്കെ കാണുന്നത് മോള് വരുന്നു പാടുന്നു, ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? അതെ അതെ. ഓക്കെ, പ്രശാന്ത് ഏട്ടാ, പണ്ട് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ 18 വർഷം മുന്നേ ഓഡിഷന് വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതെ. ആ ഒരു കഥ ഒന്ന് പറയോ? ഒരാളുടെ കഥ ഞങ്ങൾ കേട്ടു. ഞാനും കേട്ടോ, ഞാൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഞാനപ്പോൾ ഓർക്കുകയും ചെയ്തു, ഞാനവിടെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പം ഈ സൂപ്പർ സ്റ്റാറിന്റെ താജ് ഹോട്ടലിലാണെന്ന് തോന്നുന്നു. ഒരു 18 വർഷമായി, ശരിയാണ്. ഞാനും വന്നു, നമ്മുടെ ദീപക് ദേവ് സാറും അവരൊക്കെ ആയിരുന്നു അവിടെ ജഡ്ജസ് ആയിട്ട്. അപ്പം വന്നു, നമുക്ക് അവിടെ ഭയങ്കര ക്യൂ ആണ്. ഒന്നാമത്തെ നല്ല ആളാണ്. നമ്മൾ ചെന്ന് ഒന്ന് മുകളിൽ കഴിയുമ്പോഴത്തേനും ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു വിടുക. ഞാൻ ഓർക്കുന്നു, ഹരിയെ മൂളാൻ പോലും വിട്ടില്ല. പേരെന്താ പൊക്കോ? അത് തന്നെ, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമ നശിക്കും. അതുപോലെ ആളെ എങ്ങനെ നിൽക്കുന്നത്. എനിക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു പാടി തീർക്കാനും. അതുപോലെ തന്നെ ഞാൻ വന്ന വഴി അതുപോലെ തന്നെ തിരിച്ചു വിട്ടു. ഇപ്പം ഈ വേദിയിൽ മോളുടെ ഒപ്പം ഈ അമൃത ടി വിയുടെ ഈ സൂപ്പർ സ്റ്റാർ വേദിയിൽ എനിക്കും നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. താങ്ക് യു. അപ്പൊ താങ്ക് യു പ്രശാന്ത് ഏട്ടാ, സന്തോഷായില്ലേ? ഓ തീർച്ചയായിട്ടും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരുപാട് സന്തോഷം. വീണ്ടും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ക്രൂവിനോടും ജഡ്ജസിനോടും എല്ലാവരോടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്ക് ചോദിക്കാം. മാർക്ക് ഹരിച്ചേട്ടാ, ഈ പറഞ്ഞതുപോലെ ആ ഒരു ഹിന്ദി ഡിക്ഷൻ അത് മാത്രമാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. ആ ഒരു ഒറ്റ റീസണിലാണ് കുറച്ച് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. ബാക്കി പെർഫോമൻസ് വെച്ചിട്ട് ഉള്ള മാർക്കാണിത്. സോ 8 out of 10. താങ്ക് യു. അപ്പം നെക്സ്റ്റ് റൗണ്ടിൽ ഇതിലും മേടിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, എനിക്കും ഡിക്ഷൻ ഒരു വില്ലൻ ആയി വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ല, പാട്ടിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് ആ ഡിക്ഷൻ അടക്കം വരുമ്പോഴാണ്. അപ്പം ഞാനും സെയിം 8 out of 10. താങ്ക് യു സാർ, താങ്ക് യു. ചേച്ചി, ഡിക്ഷന്റെ കാര്യമൊക്കെ അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്ക് ആസ് എ പെർഫോമർ എന്നെ ഒരുപാട് എന്റർടൈൻ ചെയ്യിച്ചു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഉള്ള ആ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറും എനിക്കെപ്പോഴും ഇഷ്ടമാണ്. ഒരു വീട്ടിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ, വളർത്തി വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അച്ഛനെ ഒരു ഫ്രണ്ടിനെ പോലെ കാണുന്ന ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഹ്യൂജ് ബ്ലെസ്സിങ് അല്ലേ? സോ അതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഞാനൊരു 8.5. താങ്ക് യു. 24.5 30 ഹാപ്പി അല്ലേ കുട്ടാ? ഹാപ്പി ആയിരിക്കും, എനിക്കറിയാം. ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് ഇതുപോലെ തന്നെ പൊളിച്ച് അടിപൊളിയായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.